ഇടുക്കി പൈനാവ് 56 കോളനിയിൽ 2 വീടുകൾക്ക് തീയിട്ടു. കൊച്ചുമലയിൽ അന്നക്കുട്ടി തമ്പിയുടെയും മകൻ ലിൻസ് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടുകൾക്ക് നേരെയുമാണ് ആക്രമണമുണ്ടായത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് അന്നക്കുട്ടിയെയും മകന്റെ മകളെയും തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച മരുമകൻ സന്തോഷാണ് വീടിനും അഗ്നിക്കിരയാക്കിയത്. ഇയാൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇടുക്കി പൈനാവിന് സമീപം 56 കോളനിയിൽ അന്നക്കുട്ടി, അതോടൊപ്പം തന്നെ അവരുടെ മകൻ ലിൻസ് എന്നിവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന 2 വീടുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇതാണ് അന്നക്കുട്ടിയുടെ വീട്. ഇതിന്റെ തൊട്ട് താഴത്താണ്, ആ കാണുന്ന വീട്ടിലാണ് മകൻ ലിൻസ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 3 മണിക്ക് ശേഷമാണ് ഈ 2 വീടുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായത്. ഇവരുടെ മരുമകനായിട്ടുള്ള സന്തോഷ് എന്ന് പറയുന്ന ആളാണ് ഈ ആക്രമണം നടത്തിയത്. സന്തോഷ് ഏതാണ്ട് 12 ദിവസം മുമ്പ് ജൂൺ 5-ാം തീയതി അന്നക്കുട്ടിയെയും അതോടൊപ്പം തന്നെ അന്നക്കുട്ടിയുടെ മകന്റെ, അതായത് ലിൻസിന്റെ മകൾ 2 വയസ്സ് മാത്രം പ്രായമുള്ള ലിയയെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയും അവർ വളരെ ഗുരുതരമായി പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയുമായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സന്തോഷിനെ തിരയുന്നതിനിടയിലാണ് അയാൾ വീണ്ടും മറ്റൊരു ആക്രമണം തന്നെ നടത്തിയിരിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് ഇതൊരു കൊലപാതക ശ്രമം ആണ് എന്ന് തന്നെയാണ്. അവരുടെ ബെഡ്റൂമിൽ അവൻ കിടക്കുന്ന കട്ടലിലേക്കാണ് ഈ പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചിരിക്കുന്നത്. ശരിക്കും ഇപ്പോൾ നടക്കുന്നതും ശരിക്കും കൊലപാതക ശ്രമം, അല്ലെ കൊലപാതകം തന്നെ എന്ന് വേണേൽ പറയാം. കാരണം ആളില്ലാത്തത് കൊണ്ടാണ്. ആളുണ്ടെങ്കിൽ ഓൾറെഡി സംഭവിച്ചു പോയേനെ. പ്രതി ഈ കൃത്യത്തിന് ഡീസലും അതോടൊപ്പം തന്നെ പെട്രോളും ഉപയോഗിച്ചിട്ടുണ്ട്. ഡീസലുമായി എത്തിയ അല്ലെങ്കിൽ പ്രതി കൊണ്ടുവന്ന കുപ്പിയാണ് ഈ കാണുന്നത്. അതോടൊപ്പം തന്നെ ഒരു പന്തം ഉണ്ടാക്കി കത്തിച്ച് വീടിനകത്തേക്ക് എറിയുകയായിരുന്നു. ഈ വീട്ടിൽ ആളില്ലാത്തത് കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തം ഒഴിവായത്. കഴിഞ്ഞ 12 ദിവസമായി പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. തമിഴ്നാട്ടിലടക്കം പോലീസ് പോയി അന്വേഷിച്ചിരുന്നു. അതിനിടയിലാണ് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വീണ്ടും ഏതാണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് 5-6 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഇതേ സ്ഥലത്തെത്തി വീണ്ടും ഒരു ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ്. കാര്യക്ഷമമായിട്ടൊരു കാര്യത്തിലേക്ക് ഗൗരവമായിട്ട് കടന്നായിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാവില്ല. അവിചാരിതമായിട്ടൊരു വീടല്ല, 2 വീടാണ് തീ കത്തിച്ചത്. ഇവിടെ ആൾക്കാർ പേടിച്ചിരിക്കുക. കാരണം എന്തും സംഭവിക്കാം. ബോഡിമെട്ടിൽ നിന്ന് പ്രതി സന്തോഷിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇയാൾ ബൈക്കിൽ ബോഡിമെട്ട് വഴി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.